2025 ഒക്ടോബർ 21 നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് 3-4 വീഡിയോകൾ ഈ വിഷയത്തിൽ നമ്മൾ ചെയ്തിരുന്നു. ഇനിയിപ്പോൾ നവംബർ 1 ആവാൻ 7-8 ദിവസങ്ങളേ ഉള്ളൂ, 8-10 ദിവസങ്ങളേ ഉള്ളൂ. 9 ദിവസം, ആ ദിവസത്തിനകത്ത് വലിയ പ്രഖ്യാപനങ്ങൾ വരുമെന്നാണ് സർക്കാർ ഉദ്യോഗസ്ഥരെയും ക്ഷേമനിധിക്കാരെയും സംബന്ധിച്ച് വലിയ പ്രഖ്യാപനം വരുമെന്നാണ് പറയുന്നത്. 2500 രൂപ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഘട്ടം ഘട്ടമായി കൂട്ടി 1600-ലാണ് എത്തി നിൽക്കുന്നത്. ഇത് 2000 ആക്കുമെന്നാണ് നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരുപാട് ആളുകൾ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ കേൾക്കുന്നത് അത് 200 രൂപ കൂട്ടിയാൽ മതി, 1800 കൊണ്ടുപോയാൽ മതി, എന്നിട്ട് ഘട്ടം ഘട്ടമായി ഞങ്ങൾ കൂട്ടും എന്ന് പറയുകയും അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് ചിലപ്പോൾ 200 രൂപ കൂടെ കൂട്ടാനും അങ്ങനെ 2000 കൊണ്ടുപോകാനും, ഇനി 2500 ഞങ്ങളിത് 1600 ആക്കി, ഞങ്ങളുടെ ഭരണത്തിൽ 1800 ആക്കി, 2000 ആക്കി, ഇനി ഞങ്ങൾ ഭരണത്തിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇങ്ങനെ ഭരണം വരണം, അപ്പോൾ ഞങ്ങൾ ആ ഭരണകാലയളവിൽ 2500 ആക്കിയിരിക്കും എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി, ഒരു പൊളിറ്റിക്കൽ PR ഇടതുപക്ഷം മെനഞ്ഞതായിട്ട് അറിയുന്നു. അങ്ങനെയാണെങ്കിൽ എന്തായാലും ആളുകളെ സംബന്ധിച്ച് പൊളിറ്റിക്സ് മറ്റു കാര്യമില്ല, 200 രൂപ സാമൂഹ്യക്ഷേമ പെൻഷനിൽ കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു 20,000 കോടി രൂപയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ DA കംപ്ലീറ്റ് 7 DAയും കൊടുത്ത് തീർക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇതിന് ഇതുവരെയുള്ള 11 DA ഉണ്ടെങ്കിലും 4 എണ്ണം കൊടുത്തു കഴിഞ്ഞു. 11-ൽ 4 കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഒരു 7 DA ആണ്, 7 DA ആണ് പിന്നെ കൊടുക്കാനുള്ളത്. അതിൽ 1-2 DA ചിലപ്പോൾ കൊടുക്കാൻ സാധ്യതയുണ്ട്, ചിലപ്പോഴല്ല കൊടുക്കാൻ സാധ്യതയുണ്ട്. ആ 2 DA കൊടുത്തുകൊണ്ട് അതും ഒരു മെസ്സേജ് കൊടുക്കും, ബാക്കി DAകൾ ഞങ്ങൾ വരുന്ന വർഷങ്ങളിൽ കൃത്യമായി തരും എന്ന് പറയുകയും ചിലപ്പോൾ 1-2 DA അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പിൽ കൊടുക്കുകയും അപ്പോൾ പിന്നെ വരുന്നത് ബാക്കി ബാലൻസ് കുറച്ചല്ലേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള നിലയിൽ സർവീസ് സംഘടനകളെ വിളിച്ച് ചർച്ചയൊക്കെ നടത്തി വീണ്ടും അധികാരത്തിൽ വരുന്നതിനുള്ള ഒരു സ്ട്രാറ്റജി ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ DAയുടെ കാര്യത്തിലും ഇപ്പോൾ 2 കൊടുക്കാൻ സാധ്യതയുണ്ട്, നവംബർ 1 പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ 2 എന്ന് പറയുന്നത് അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പായി വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ബാക്കിയുള്ളത് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടപ്പിലാക്കുമെന്നുള്ളതാണ്. ക്ഷേമ പെൻഷന് വേണ്ടിയിട്ട് വരുന്ന 720 കോടി രൂപയോളമാണ് കണ്ടെത്തണം. 62 ലക്ഷം പേർക്കാണ് ക്ഷേമ പെൻഷൻ കിട്ടുന്നത്. ചെറിയ നമ്പറല്ല സംസ്ഥാനത്ത്. 62 ലക്ഷം പേർക്കാണ് 200 രൂപ വീതം കൂടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അതിന് 720 കോടി രൂപയാണ്. ശമ്പള പരിഷ്കരണത്തിന് കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിൻ്റെ തന്നെ 25,000 കോടി രൂപ ബാധ്യത കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇപ്പോൾ ഒരു പുതിയൊരു ശമ്പള പരിഷ്കരണ കമ്മീഷനെ വയ്ക്കാൻ ഒരു സമയത്തിൻ്റെ പ്രശ്നമുണ്ടെന്ന് നമ്മൾ പല വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ അവസാനം ഇന്നും കേട്ടുന്ന വിവരങ്ങൾ. ഒരു കമ്മിറ്റിയെ വയ്ക്കാനുള്ള സമയം, ഒരു കമ്മീഷനെ വച്ച്, കമ്മിറ്റിയെ വയ്ക്കാം, പക്ഷേ ഒരു കമ്മീഷനെ വച്ച് ഫുൾ ഫ്ലഡ്ജിലുള്ള ഒരു കമ്മീഷൻ തയ്യാറാക്കി റിപ്പോർട്ട് കൊണ്ടുവരാൻ മിനിമം ഒരു 6 മാസമെങ്കിലും എടുക്കും. കാരണം എല്ലാവരുമായിട്ട് ഒരു കൺസൾട്ടേഷൻ തന്നെ, ഒരുപാട് കൺസൾട്ടേഷൻ നടത്തേണ്ടി വരും. ശമ്പള പരിഷ്കരണ കമ്മീഷൻ വെച്ചാൽ ആരുമായി കൺസൾട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ കോടതി പോകും. അപ്പോൾ അതൊന്നും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഒരു കൺസൾട്ടേഷന് വേണ്ടി ഒരു വർഷമെങ്കിലും 6-7 മാസമെങ്കിലും സമയം വേണം. പക്ഷേ പല കാരണങ്ങളല്ല നീട്ടിവെച്ചു. പക്ഷേ അതിനൊരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ശുപാർശ വാങ്ങി ആ കമ്മിറ്റിയുടെ ശുപാർശ നടപ്പിലാക്കാനാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ 1-2 പേരെ, ഫിനാൻസിൻ്റെ എക്സ്പെൻഡിച്ചർ സെക്രട്ടറിയോ ഫിനാൻസ് സെക്രട്ടറിയോ അങ്ങനെ, അല്ലെങ്കിൽ റിട്ടയർ ആയിട്ടുള്ള IAS ആരെങ്കിലും 1-2 പേരെ വെച്ചുകൊണ്ടുള്ള കൃത്യമായ ഒരു പാക്കേജ് തയ്യാറാക്കി DA ഒക്കെ കൂടെ ചിലപ്പം കണക്കാക്കി ഉള്ള ശമ്പള സ്കെയിലൊക്കെ ഫിക്സ് ചെയ്ത് ഒരു ശമ്പള പരിഷ്കരണ രീതി വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും പിന്നെ മുൻകാല പ്രാബല്യത്തോടെ ശമ്പള പരിഷ്കരണമൊക്കെ നടപ്പിലാക്കുകയാണെങ്കിൽ ഒരു 4,000 കോടി രൂപയുടെ അധിക ബാധ്യതയും വരും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ്. നമ്മളിത് പറയുന്നത്, ഇപ്പം നമ്മളിത് ഈ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് ഇതിപ്പോൾ നടക്കുമോ, ആര് നടത്താൻ, ഇയാളാരാണ്, അയാളാണ്, ഇയാളെ ഏൽപ്പിച്ചോ, ഇങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന വിവരങ്ങൾ അതൊന്ന് അനലൈസ് ചെയ്ത് അതിൻ്റെ ശരി തെറ്റുകൾ ജനങ്ങളെ അറിയിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും 200 രൂപ വെച്ച് 65 ലക്ഷം പേർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടാൻ പോകണം. അത്രയും 265 ലക്ഷം ഇൻറ്റു 200, അത്രയും കോടി രൂപയുടെ ബാധ്യത അതിനകത്ത് വരും. അത് ഗവൺമെൻറ് എന്തായാലും അത് ചെയ്യാൻ കാരണം 2,500 പറഞ്ഞിടത്ത് 1,800 കൊടുത്തില്ലെങ്കിൽ 2,000 കൊടുക്കണം. പക്ഷേ 1,500 കൊടുത്തില്ലെങ്കിൽ 800 കൊടുത്തില്ലെങ്കിൽ പിന്നെ ആളുകൾ ബഹളം ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് 1,800 പിടിക്കുന്നു. DA 2 DA കൂടി കൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക് വരുന്നു കാര്യങ്ങൾ. ശമ്പള പരിഷ്കരണത്തിനൊരു കമ്മിറ്റി വരുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ. പിന്നെ പങ്കാളിത്ത പെൻഷനെ സംബന്ധിച്ച് അഷ്യൂർഡ് പെൻഷൻ ആക്കുവാനുള്ള നടപടികൾ ആരംഭിക്കും എന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു 3-4 കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു 80 ലക്ഷം ആളുകളെ, 65 ലക്ഷം സാമൂഹ്യക്ഷേമ പെൻഷൻ, 5.5 ലക്ഷം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ, പിന്നെ മറ്റ് ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവർ, ഇപ്പം അംഗനവാടി, ആശാ വർക്കേഴ്സ്, പിന്നെ ആശാ വർക്കേഴ്സ് ഇല്ല, അംഗനവാടി, ആശാ വർക്കേഴ്സിൻ്റെ പെൻഷൻ വേറെ അല്ലേ, അങ്ങനെ ഇല്ലല്ലോ. അംഗനവാടി, കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ,
പിന്നെ അതുപോലെ തന്നെ ഒരുപാട് തൊഴിലാളികളുണ്ട്, ക്ഷേമനിധി ബോർഡുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കുന്ന ആ തരാതരം പോലെ അവർക്കുമൊക്കെ ചില ഹൈക്കുകളൊക്കെ വരുത്തിക്കൊണ്ട് വളരെ കൃത്യമായൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഏകദേശം ഒരു 80 ലക്ഷം 90 ലക്ഷം ആളുകൾ, പിന്നെ അവരുടെ കുടുംബങ്ങൾ ഉണ്ട്. ഈ പറയുന്ന ആളുകളുടെ കുടുംബാംഗങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ ഒരാളിന് പെൻഷൻ കിട്ടുമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗമുണ്ട്. അപ്പോൾ ഒരു ക്രിട്ടിക്കൽ മാസിനെ, ഒരു 1.5 കോടി ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ 2 കോടി വരുന്ന ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന വലിയ ഒരു പാക്കേജ് നവംബറിൽ വരാൻ സാധ്യതയുണ്ടെന്നാണ് പൊളിറ്റിക്കൽ വൃത്തങ്ങളും ബ്യൂറോക്രാറ്റിക് അകത്തളങ്ങളും നമുക്ക് തരുന്ന വിവരങ്ങൾ. എന്തായാലും വളരെ കൃത്യമായി ഒരു സ്ട്രാറ്റജി വർക്കൗട്ട്. പണ്ട് കിറ്റ് കൊടുത്തിരുന്നു, പ്രളയകാലത്ത് ആളുകൾക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് കിറ്റ് കൊടുത്തിരുന്നു. ആ കിറ്റിൻ്റെ പേരിൽ കൂടിയാണ് പുതിയ ഗവൺമെൻറ് വന്നതെന്നുള്ളൊരു കിറ്റ് ഗവൺമെൻറ് എന്നുള്ളൊരു പരാതി വന്നു. അതുകൊണ്ട് ഇപ്പോൾ കിറ്റൊന്നും കൊടുക്കുന്നില്ല, പകരം അർഹതപ്പെട്ടത് ഞങ്ങൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞിരുന്നത് കൊടുക്കുന്നു, അർഹതപ്പെട്ടത് കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കൊടുത്തതുമായി ആളുകളുടെ പ്രീതിയും കിട്ടും, അതിലൂടെ വോട്ടും കിട്ടും എന്നാണ് കരുതുന്നത്. പക്ഷേ ഇതെല്ലാം ചെയ്താലും വോട്ട് കിട്ടുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് വീണ്ടും തർക്കങ്ങളും കാര്യങ്ങളുമുണ്ട്. ഇതിനിടയിലാണ് യൂണിയനുകളും അസോസിയേഷനുകളും, ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ, പിന്നെ അതുപോലെ NGO യൂണിയൻ, ഇവരൊക്കെ വ്യാപകമായ രീതിയിൽ കേന്ദ്രത്തിനെതിരെയും സംസ്ഥാന സർക്കാരിനെ രക്ഷിക്കണമെന്നും നമുക്ക് ഈ ഭരണകൂടം വേണമെന്നും മൂന്നാം ഊഴം വേണമെന്നും ഒക്കെ പറഞ്ഞുള്ള സമരങ്ങളും ആഹ്വാനങ്ങളും ഒക്കെ അവരുടെ ഭാഗമായി പ്രചരണ യാത്രകളും സമരങ്ങളും നടക്കുന്നു. കഴിഞ്ഞ ദിവസം FSCTയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് തന്നെ ഉണ്ടായിരുന്നു. അത് ഉടനെ തന്നെ DA പ്രഖ്യാപിക്കണം, ശമ്പള പരിഷ്കരണ കമ്മീഷനെ വയ്ക്കണം, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കണം, ഇങ്ങനെ തുടങ്ങിയ ആവശ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള സമരമൊക്കെ ഉണ്ടായിരുന്നു. ഈ സമരവും കൂടി ചിലപ്പോൾ ഗവൺമെൻറ് പരിഗണിക്കുമെന്നുള്ള നിലയിലാണ് സമരം ചെയ്യുന്നത്. പ്രഖ്യാപനത്തിനുള്ള പേപ്പറുകൾ തയ്യാറാക്കി വെച്ചിട്ട് സമരം ചെയ്യാൻ പറഞ്ഞതാണോ എന്നുള്ള ആക്ഷേപം ഉണ്ട് ഈ നാട്ടിൽ. പണ്ട് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പേപ്പറെല്ലാം അവിടെ സെക്രട്ടേറിയറ്റ് ശരിയാവും, അപ്പോൾ സർവീസ് സംഘടനകളെ, യൂണിയനുകളെ വിളിച്ചു പറയും നിങ്ങൾ സമരം ചെയ്തോളൂ. അങ്ങനെ സമരം ചെയ്യുമ്പോൾ വർഗ ബഹുജന സംഘടനകളൊക്കെ വിചാരിച്ചോളും നമ്മൾ സമരം ചെയ്തിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഗവൺമെൻറ്റിന് സന്തോഷം, രാഷ്ട്രീയ പാർട്ടികൾക്ക് സന്തോഷം. അത്തരത്തിലുള്ള സ്ട്രാറ്റജികളും ഉണ്ട് കേരളത്തിൽ. എന്തായാലും നവംബർ 1 കേരളത്തിൽ വലിയ പ്രഖ്യാപനം വരാനാണ് സാധ്യതയുള്ളത്. ഇലക്ഷൻ നവംബർ, ഇത് പ്രഖ്യാപനമെല്ലാം കഴിഞ്ഞാൽ ഉടൻ തന്നെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വരും. അത് കഴിഞ്ഞാൽ ഡിസംബറിൽ തദ്ദേശഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് ആകുമ്പോൾ ആ ബഡ്ജറ്റിൽ വീണ്ടും കുറേ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ 2 തട്ടിൽ 2 സമയത്തുള്ള പ്രഖ്യാപനങ്ങളിലൂടെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കും അസംബ്ലിയിലേക്കും വീണ്ടും ഭരണത്തിൽ വരാം എന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, പ്രത്യേകിച്ച് CPM കൃത്യമായി പൊളിറ്റിക്കൽ അനാലിസിസ് നടത്തിയിരിക്കുന്നത്. അതെന്തോ ആയിക്കോട്ടെ, ഭരണകക്ഷിയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും അധികാരത്തിൽ വരണം എന്നവർ ചിന്തിക്കുകയും വരാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും. അത് ജനാധിപത്യമാണ്. പക്ഷേ ഇപ്പുറത്ത് തൊഴിലാളികൾക്കാവട്ടെ, അല്ലെങ്കിൽ ക്ഷേമനിധി വാങ്ങുന്നവരാകട്ടെ, പിന്നെ സാമൂഹ്യ പെൻഷൻ വാങ്ങുന്നവർക്കാകട്ടെ, സർക്കാർ ഉദ്യോഗസ്ഥർക്കാകട്ടെ സന്തോഷത്തിന് വക നൽകുന്ന വാർത്തകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്.